എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 143 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു നോവലിലെ ഒരു സംഭാഷണ ശകലം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. നോക്കൂ, ഒരു ഇംഗ്ലീഷുകാരൻ പ്രാണൻ പോകുമെന്നറിഞ്ഞാലും ഓടുകയില്ല. മുസൽമാൻ ഒന്ന് ഉയർത്താൽ പിന്നെ അവിടെ നിൽക്കില്ല, സർവ്വത്തെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും. അതുമാത്രമല്ല, ഇംഗ്ലീഷുകാർക്ക് നല്ല പിടിവാശിയുണ്ട്. അവരെന്ത് വിചാരിച്ചുവോ അതവർ ചെയ്യും. എന്നാൽ മുസൽമാന്മാർക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. ഇതൊരു 143 വർഷം മുമ്പത്തെ സംഭാഷണ ശകലമാണ്. ഇതിലേക്ക് വരും മുമ്പ് അതിനും 125 വർഷം മുമ്പത്തെ ഒരു ചരിത്ര സാഹചര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവൂ. ഇംഗ്ലീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ മൊത്തം കീഴടക്കുന്നത് കൽക്കത്ത കേന്ദ്രമാക്കിയാണ്. അതിന് കാരണം ഒരു ചതിയാണ്. ഒരു മുസൽമാൻ മറ്റൊരു മുസൽമാനെ ചതിച്ചു. മിർ ജാഫർ സിറാജ് ദൗളയെ ചതിച്ചപ്പോൾ ഇംഗ്ലീഷ് കമ്പനി ജയിച്ചു. അവർ മിർ ജാഫറെ ആ പ്രദേശത്തെ നവാബാക്കി അവരോധിച്ചു. പുള്ളിക്ക് ജനങ്ങൾക്കിടയിൽ നല്ല പേരായിരുന്നു. പാപിഷ്ടൻ, നരാധമൻ, വിശ്വാസവഞ്ചകൻ, സർവോപരി മനുഷ്യകുല കളങ്കം. ഇത്രയ്ക്കും സ്വഭാവ ഗുണങ്ങളുള്ള പുള്ളിയാണ് ബംഗാളികളുടെ സുരക്ഷയും ഭക്ഷണവും ഉറപ്പുവരുത്തേണ്ടത്. അതിന് പണം വേറെ വേണം. ഖജനാവിലുള്ള പണമെല്ലാം ഈ മിർ ജാഫർ ബ്രിട്ടീഷുകാർക്ക് യുദ്ധച്ചെലവ് എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നു. ചില്ലറ കാശൊന്നുമല്ല, 1,77,00,000 രൂപ അന്ന്. ഇനി നാട്ടുകാരെ സേവിക്കാൻ ഇനി പണം കിട്ടണമെങ്കിൽ കൂടുതൽ നികുതി പിരിക്കണം. എന്നാൽ അതിനുള്ള അധികാരം മിർ ജാഫറിന് ഈ കമ്പനി കൊടുത്തില്ല. അതൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തു. അക്കാലത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന പണി കൊള്ളയായിരുന്നു. നികുതി വിരിക്കുമെന്നല്ലാതെ ബംഗാളികളുടെ രക്ഷാകർതൃത്വം അക്കാലത്ത് ഇംഗ്ലീഷുകാരെ ഏറ്റെടുത്തില്ല. ഇതൊക്കെ പറഞ്ഞു മിർ ജാഫറെ നീ നോക്കുക. മിർ ജാഫർ 1765 മരിച്ചു. തുടർന്ന് 1770 ആയപ്പോൾ വാറൽ ഹേസ്റ്റിങ്സ് ഭരണം ഏറ്റെടുത്തു. ഇംഗ്ലീഷുകാർ പണം ശേഖരിച്ചു സുഖിച്ചു. ബംഗാളികൾ കരഞ്ഞും ജീവിച്ചു. കൃഷി ചെയ്യുന്നതിൻ്റെ വിളവ് പോലും അവർക്ക് ലഭിക്കാതായി. എല്ലാ നികുതിയുടെ വരവും കൊൽക്കത്തയ്ക്ക് പോകും. പതിവ് പോലെ ഒരു ക്ഷാമം. അത് ബംഗാൾ അങ്ങനെയാണ്. ഇടയ്ക്ക് വരെ ക്ഷാമം വരും, കുറേ ആളുകൾ മരിച്ചു പോകും. ജനങ്ങൾ അന്നും പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി. ജനങ്ങൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, നികുതി അടച്ചു കൊള്ളണം എന്നായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്റ്റാൻഡ്. എത്രത്തോളം ധനം പിരിഞ്ഞു കിട്ടിയോ അത്രയ്ക്ക് അവർ കാളവണ്ടികളിൽ കയറ്റി കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോകും. ആ കാളവണ്ടികൾക്ക് 50ഓളം ശിപ്പായിമാർ കാവലുണ്ടാകും. അവരുടെ മേലധികാരി ഒരു നല്ല സായിപ്പാണ്. പുള്ളി എല്ലാ വണ്ടികളുടെയും പുറകിൽ കുതിരപ്പുറത്താണ് ഇരിക്കുക. അടിച്ച് ഫിറ്റായിട്ടാണ് പുള്ളിയുടെ ഇരിപ്പ്. അക്കാലത്ത് ബംഗാളിലെ പട്ടിണി ബാധിച്ച ഒരു ഗ്രാമത്തിലെ ധനസമൃദ്ധിയുള്ള ഒരു കുടുംബാംഗമായിരുന്നു മഹേന്ദ്രൻ. പക്ഷേ കഴിക്കാൻ ഒരു മണി അരിയില്ലാത്ത നാട്ടിൽ എങ്ങനെ കഴിച്ചു കൂട്ടും? കാശ് എടുത്ത് പുഴുങ്ങി തിന്നാൻ കഴിയില്ലല്ലോ. അയൽപ്പക്കത്തുള്ള ആളുകളെല്ലാം പട്ടിണി കൊണ്ട് വലഞ്ഞു ഓടിപ്പോയി. ചിലർ അവിടെ തന്നെ മരിച്ചു വീണു. മഹേന്ദ്രൻ്റെ ഭാര്യയും പട്ടിണിയാണ്. ഒരു കുഞ്ഞുണ്ട്. അതിനെ പട്ടിണിക്കിട്ട് കൊല്ലാൻ കഴിയുമോ? അവരും വീട് ഉപേക്ഷിച്ച് കൽക്കത്ത ലക്ഷ്യം വെച്ച് നീങ്ങി. കള്ളന്മാരുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്. അതിനെ പറ്റി നല്ല ഭയം ഉള്ളതിനാൽ ഒരു തോക്ക് മാത്രം കയ്യിൽ കരുതി. അവർ ഗ്രാമങ്ങൾ തണ്ടി. ഭക്ഷണം കിട്ടുമെന്നവർ പ്രതീക്ഷിച്ച ഗ്രാമങ്ങളൊക്കെ പ്രേതഭൂമികൾ പോലെ തോന്നിപ്പിച്ചു. ഒരിടത്തും ആരുമില്ല. ഒരൊഴിഞ്ഞ വീട്ടിൽ ഭാര്യയെയും കുഞ്ഞിനെയും വരുത്തി മഹേന്ദ്രൻ തോക്കുമായി പുറത്തിറങ്ങി. കുഞ്ഞിന് കൊടുക്കാൻ ലേശം പാലെങ്കിലും സംഘടിപ്പിക്കണം എന്ന് കരുതി അങ്ങനെ രാജവീതിയിലൂടെ നടന്ന് നീങ്ങുമ്പോഴാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കാളവണ്ടികളും സായിപ്പും ശിപ്പായിമാരും വരുന്നത് കണ്ടത്. അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി മഹേന്ദ്രൻ ഒന്ന് പളങ്ങി. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. ഒരു ശിപ്പായി അയാളെ കണ്ട് കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതോടെ ബാക്കി ശിപ്പായിമാർ അയാളെ വളഞ്ഞു. തോക്ക് കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് മഹേന്ദ്രൻ കള്ളനാണെന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു. അവരയാളെ പിടിച്ച് കെട്ടി വണ്ടിയിലിട്ടു. മഹേന്ദ്രനെയും കൊണ്ട് ആ വണ്ടികൾ മുന്നോട്ട് നീങ്ങി. ആ വണ്ടി ഒരു മലയുടെ അരികിലെത്തിയപ്പോൾ അടിവാരത്തിൽ ഒരു ചെറിയ കുന്നിന്മേൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. നീലാകാശത്തിന് കീഴിൽ ഒരു കറുത്ത രൂപം. മേലുദ്യോഗസ്ഥൻ കൽപ്പിച്ചു, പിടി അവനെ. ഒരു ശിപ്പായി അവൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷെ അവനോടിയില്ല, ഒരു എതിർപ്പും പ്രകടിപ്പിച്ചുമില്ല. ശിപ്പായി അയാളെ പിടിച്ച് വണ്ടികൾക്ക് സമീപം കൊണ്ടുവന്നു. ആ നേരത്ത് എല്ലാവരും ഒരു തോക്കിൻ്റെ ശബ്ദം കേട്ടു. മേലുദ്യോഗസ്ഥൻ വെടിയേറ്റ് നിലം പതിച്ചു. ആ നേരത്ത് ഹരി ഹരി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് 200ഓളം ആയുധധാരികൾ അവരെ പൊതിഞ്ഞു. കുതിരപ്പുറത്തിരുന്ന സായിപ്പ് ഫയർ അങ്ങനെയാണല്ലോ ആജ്ഞാപിക്കുക എന്ന് പറയാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ആരോ സായിപ്പിൻ്റെ തലവെട്ടി താഴ്ത്തിട്ടു. ഫയർ എന്ന ശബ്ദം അദ്ദേഹത്തിന് മുഴുവനാക്കാൻ സമയം കിട്ടിയില്ല എന്ന് വേണം നമുക്ക് കരുതാൻ.
ഇത് കണ്ടതും ശിപ്പായിമാരൊക്കെ ഓടി. ഓടാൻ സ്റ്റെപ്പ് കിട്ടാത്തവർ വെടികൊണ്ട് മരിച്ചു. ഈ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇതേതൊരു മാവോവാദി ഓപ്പറേഷൻ ആണ് എന്നാണ്. ഒരിക്കലുമല്ല. അവരൊന്നും മാവോവാദികളായിരുന്നില്ല, സന്യാസിമാരായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി തോക്കെടുത്തവർ സന്യാസിമാരായിരുന്നു, അല്ലെങ്കിൽ സന്യാസിമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെട്ടവർ. അതിൽ ഹിന്ദുക്കളിലെ സന്യാസിമാരുണ്ടായിരുന്നു, മുസ്ലിങ്ങളിലെ ഫക്കീർമാർ എന്ന് വിളിക്കുന്ന സന്യാസിമാരും ഉണ്ടായിരുന്നു. 1770-കളിൽ ആരംഭിച്ച് 1820-കൾ വരെ നീണ്ടുനിന്ന ഒരു ദീർഘകാലഘട്ടം, ആ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ നടന്ന കലാപങ്ങളെയാണ് നമ്മൾ ഈ സന്യാസി കലാപം എന്ന് ചരിത്രം പറയുന്നത്. ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളിലെയും സന്യാസിമാർ നേതൃത്വം കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളതിനെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇതായിരുന്നു. കാരണം ഇതിലായിരുന്നു സാധാരണ ജനങ്ങൾ പങ്കെടുത്തത്. രണ്ടാമത്തെ എപ്പിസോഡ് ഗാന്ധി ഇന്ത്യയിൽ എത്തിയതിന് ശേഷം ആരംഭിച്ചതാണ്. അതിലും ഇതുപോലെ സാധാരണ ജനങ്ങളുണ്ടായിരുന്നു. ഈ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം എന്ന നോവലിലെ ചില സീനുകളാണ് ഈ ഉള്ളവൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്യാസി കലാപം നടക്കുന്ന കാലത്ത് ഈ മിർജാഫറിൻ്റെ ഓർമ്മകൾ ജനങ്ങളിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. ബ്രിട്ടീഷുകാരൻ നികുതി പിരിക്കുന്നു, കൃഷി ചെയ്യുന്നവൻ പോലും പട്ടിണി കിടക്കുന്നു, മനുഷ്യർ മരിച്ചു വീഴുന്നു. സ്വാഭാവികമായും ഭരണകർത്താവിനെതിരെ ജനങ്ങൾ ശബ്ദിക്കും, കലാപമുണ്ടാകും. ഈ ഭരണകർത്താവ് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊന്നും ആരും നോക്കില്ല. ആര് ഭരിച്ചാലും കോരന് കുമ്പിളിൽ കഞ്ഞിയായിരുന്നു. ഇപ്പോഴാണ് സമൂഹദ്രോഹി ആയാലും ആ അധികാരിക്ക് അയാളുടെ മതം ഒരു സംരക്ഷണ കവചമായി മാറിയത്. പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു. നമുക്കിനി വീണ്ടും നമ്മൾ പറഞ്ഞു വന്ന കഥയിലേക്ക് തന്നെ വരാം. ശിപ്പായിമാരെ ഓടിച്ച സന്യാസിമാർ കാളവണ്ടികൾക്കുള്ളിൽ കിടന്നിരുന്ന മഹേന്ദ്രനെ മോചിപ്പിച്ചു. ആ സന്യാസിമാരിൽ പ്രധാനിയായിരുന്നു ഭവേന്ദ്രൻ. അയാളാണ് ഈ ആക്ഷന് നേതൃത്വം വഹിച്ചത്. അയാൾ മഹേന്ദ്രനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര വിഷമിക്കണ്ട, ഞാൻ നിന്റെ ഭാര്യയുടെയും കുട്ടിയുടെയും അടുത്തേക്ക് എത്തിക്കാം. അനന്തരം ആ സന്യാസി മിർജാഫറിൻ്റെ മുസ്ലിം സൈന്യത്തെയും ഇംഗ്ലീഷ് സേനയെയും താരതമ്യപ്പെടുത്തി പറഞ്ഞ കാര്യമാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. നോക്കൂ, ഒരു ഇംഗ്ലീഷുകാരൻ പ്രാണൻ പോകുമെന്നറിഞ്ഞാലും ഓടുകയില്ല. മുസൽമാന്മാരോ ഒന്ന് ഉയർത്താൽ തന്നെ പിന്നെ അവിടെ നിൽക്കില്ല, സർവത്തെ എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചു പോകും. അതുമാത്രമല്ല, ഇംഗ്ലീഷുകാർക്ക് നല്ല പിടിവാശിയുണ്ട്. അവരെന്ത് വിചാരിച്ചുവോ അതവർ ചെയ്യും. എന്നാൽ മുസൽമാന്മാർക്കാകട്ടെ ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. ഒരു തോക്കിൽ നിന്ന് ഒരു ഉണ്ടയേ വരൂ എന്ന് അറിയാവുന്നവനാണ് ഇംഗ്ലീഷുകാർ. അത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ആ ഉണ്ട വരിക. അതിനാൽ ഒരു വെടിയച്ചോ കേട്ടാൽ അവർ ഓടിപ്പോകില്ല. എന്നാൽ മുസൽമാൻ്റെ സൈന്യം ഓടും. അന്തം വിട്ട പോലെ നിലാവ് പരന്നൊഴുകുന്ന ഒരു രാത്രിയായിരുന്നു അത്. മഹേന്ദ്രൻ്റെ കൈ പിടിച്ച് ഭവേന്ദ്രൻ ആ നിലാവിലൂടെ ഒഴുകി ഒരു നദിയുടെ തീരത്തെത്തി. നിലാവിൽ കുളിച്ച് പുഴ ഒഴുകുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണത്. ആ സമയം അതീന്ദ്രിയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഭവേന്ദ്രനിൽ ഉണ്ടാവുകയാണ്. സായിപ്പിൻ്റെ തലവെട്ടി വീഴ്ത്തിയ പഴയ ഭവേന്ദ്രനെ അവിടെ അസ്തമിക്കുകയാണ്. തലസ്ഥാനത്ത് സന്യാസിയായ ഭവേന്ദ്രൻ ഉദിക്കുന്നു. ചന്ദ്രിക ചർച്ചിതമായ പുഴയിലേക്ക് നോക്കി ഭവേന്ദ്രൻ ഇങ്ങനെ പാടാൻ തുടങ്ങി. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. എന്താ ഇതിൻ്റെ അർത്ഥം? അമ്മേ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. തെളിഞ്ഞ ജലം, സ്വാദിഷ്ടമായ ഫലങ്ങൾ, കുളിർക്കാറ്റ്, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി, എൻ്റെ അമ്മേ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. മഹേന്ദ്രൻ ഇത് കേട്ടപ്പോൾ അതിശയമാണ് തോന്നിയത്. ഒരു സൈന്യത്തെ ആക്രമിച്ച് കീഴടക്കി ഒരു പോരാളി പാടേണ്ട പാട്ടാണോ ഇത്? നിങ്ങൾ എന്താണ് പറയുന്നത്? സുജല സുഫല മലയജ ശീതള, ഇതൊന്നും നിങ്ങളുമായി ചേർന്ന് പോകുന്ന ഒന്നല്ലല്ലോ. പക്ഷെ ഭവേന്ദ്രൻ അതിന് ഉത്തരം പറഞ്ഞില്ല. പകരം അദ്ദേഹം ബാക്കി പാടി. ശുഭ്ര ജ്യോത്സ്ന പുളകിതയാമിനീം ഫുല്ല കുസുമിത ധ്രുമദള ശോഭിനീം സുഹാസിനീം സുമധുര ഭാഷിണീം സുഗതാം വരദാം മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനീം, രാത്രിയിലെ ശുദ്ധ നിലാവെളിച്ചത്തിൽ കുളിച്ച് പുളകം കൊണ്ട് നിൽക്കുകയാണമ്മ. ഫുല്ല കുസുമിത ധ്രുമദള ശോഭിണി, ഇലകളും പൂക്കളും നിറഞ്ഞ മരങ്ങൾ പോലെ പ്രശോഭിക്കുകയാണ് അമ്മ. സുഹാസിനിയും സുമധുര ഭാഷിണിയും, എപ്പോഴും പുഞ്ചിരിച്ച് മധുരമായി മാത്രം സംസാരിക്കുന്നവളാണവൾ. സുഖതാം വരതാം മാതരം, സന്തോഷവും അനുഗ്രഹവും നൽകുന്നവൾ, അവളാണെൻ്റെ അമ്മ. മഹേന്ദ്രൻ പറഞ്ഞു, ഇത് നമ്മുടെ നാടല്ലേ,
രാത്രിയും നദിയും നിലാവും പൂക്കളും ഇലകളും മരങ്ങളും, ഇതിലെവിടെയാണ് അമ്മ? ഭാവേന്ദ്രൻ വീണ്ടും പാടി. ജനനി ജന്മഭൂമിശ സ്വർഗാത പികരീയസി. അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. ഞങ്ങൾക്ക് അമ്മയില്ല, അച്ഛനില്ല, ഭാര്യയും മക്കളുമില്ല, വീടും ബന്ധുക്കളും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് ഈ സുജല സുഫല മലയജ ശീതള സസ്യശ്യാമള ഭൂമിയാണ്. ഞങ്ങൾ ഈ ജന്മഭൂമിയെ അമ്മ എന്ന് വിളിക്കുന്നു. ആണോ? എങ്കിൽ തുടർന്ന് പാടൂ, എനിക്ക് കേൾക്കണം, മഹേന്ദ്രൻ അഭ്യർത്ഥിച്ചു. കോടി കോടി കണ്ട കളകള നിനാദ കരാളെ. കോടിക്കണക്കിന് കണ്ടങ്ങളിൽ നിന്നുയരുന്ന ശ്രവണസുന്ദരമായ ശബ്ദഘോഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നവളാണ് അമ്മ. കോടി കോടി ഭുജൈ ധൃത കരവാളെ. കോടിക്കണക്കിന് കൈകളാൽ മൂർച്ചയേറിയ വാളുകൾ ധരിച്ചവളാണവൾ. അല്ലെങ്കിൽ വേറൊരു തരത്തിലും പറയാം, ഈ കോടിക്കണക്കിന് കൈകൾ മക്കളുടേതാകാം എന്നുദ്ദേശിക്കുക. കോടിക്കണക്കിന് ജനങ്ങളുടെ സംയുക്തമായ ശക്തിയും പോരാട്ട വീര്യവുമാണ് അമ്മ. ഖേ ഭോലെ മാ തുമി അബലെ. ആരാണമ്മേ നീ ദുർബലയാണെന്ന് പറയുന്നത്? ബഹുബലധാരിണിയും നമാമി താരിണിയും, ശക്തി സ്വരൂപിണിയായി മോക്ഷം നൽകുന്നവളെ, നിന്നെ ഞാൻ നമിക്കുന്നു. രിപുദളവാരിണിയും മാതരം. ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുന്നവളാണമ്മ. വന്ദേ മാതരം. അമ്മേ, ഞാൻ നിന്നെ വന്ദിക്കുന്നു. തുമി വിദ്യ തുമി ധർമ്മ. നീ വിദ്യയാണ്, നീ ധർമ്മമാണ്. തുമി ഹൃദി തുമി മർമ്മ. നീ ഹൃദയമാണ്, നീയാണ് മർമ്മം. ത്വം ഹി പ്രണ ശരീരേഷു. ശരീരങ്ങളിലെ പ്രാണനും നീ തന്നെ. ദുർഗാദശ പ്രഹരണധാരിണി. 10 ആയുധങ്ങൾ ധരിച്ച ദുർഗാരൂപിണി. കമലദള വിഹാരിണി. താമര ഇതളുകളിൽ വിഹരിക്കുന്ന ലക്ഷ്മിദേവി. മലയാളത്തിലെ പാട്ടിൽ പറയുന്ന പോലെ താമരപ്പൂവിൽ വാഴും ലക്ഷ്മിയാണല്ലോ നീ. വാണി വിദ്യാദായിനി. വിദ്യ നൽകുന്ന സരസ്വതി ദേവി. നമാമി ത്വാം നമാമി കലാം. കമലാദേവി, ഞാൻ നിന്നെ നമിക്കുന്നു. അമലാം അതുലാം സുജലാം സുഫലാം മാതരം. അമലയാണ്, അതായത് മലിനപ്പെടാത്തവളാണ്, വിശുദ്ധയാണമ്മ. അതുല്യയാണ്, അമ്മയ്ക്ക് തുല്യമായി ആരുമില്ല. സുജല, ജലസമ്പുഷ്ടമാണ് അവളുടെ ദേശം. സുഫല, അവിടെ അവളുടെ മക്കൾക്ക് കഴിക്കാൻ സ്വാദിഷ്ടമായ നല്ല ഫലങ്ങൾ ലഭ്യമാണ്. അന്ന് ഭവാനന്ദൻ പാടിയ ഈ വരികളിലാണ് ആദ്യമായി ഭാരതത്തെ ഒരു ദേവിയായി സങ്കല്പിച്ചത്. അത് എഴുതിയ എഴുത്തുകാരൻ്റെ പേര് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് ജാതി ഹിന്ദുവിനേക്കാളും ദേശഭക്തിയും പാണ്ഡിത്യവും ഉണ്ടായിരുന്ന ആളായിരുന്നു ബങ്കിം ജി. അദ്ദേഹത്തിൻ്റെ ഭാരത മാതാ സങ്കല്പമാണ് നമ്മൾ ആനന്ദമഠം നോവലിൽ കണ്ടത്. ഇതിൽ എവിടെയെങ്കിലും കാവിക്കൊടി നിങ്ങൾ കണ്ടുപോകും. എവിടെയാണ് സിംഹം? ഗവർണർ പൂജിക്കുന്ന ഭാരത മാതാവുമായി ഈ വന്ദേ മാതരത്തിന് എന്താണ് ബന്ധം? ഇന്ത്യയിലെ ഒരു വംശീയവാദ സംഘടന അവരുടെ വർഗീയ മനസ്ഥിതിക്കനുസരിച്ച് രൂപപ്പെടുത്തിയ ഒരു സ്ത്രീ രൂപത്തെയാണ് ആ സംഘടനയും ഗവർണറും പൂജിക്കുന്നത്. അതവരുടെ സ്വാതന്ത്ര്യം. അവർ ആ സ്ത്രീ രൂപത്തെ ഭാരതമാത എന്ന് തന്നെ വിശേഷിപ്പിച്ചോട്ടെ. എന്നാൽ ഒരു ന്യായാധിപൻ അതിന് കൂട്ടുനിൽക്കരുത്. ആ ന്യായാധിപൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ആനന്ദമഠം വായിച്ചിരുന്നെങ്കിൽ ഗവർണർ പൂജിക്കുന്ന ഭാരതാംബ മതചിഹ്നമാണെന്ന് അദ്ദേഹത്തിന് നിശ്ചയമായും ബോധ്യപ്പെടുമായിരുന്നു. എങ്കിൽ ഭാരതാംബ മതചിഹ്നമാണോ എന്ന ചോദ്യം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പുറത്ത് ഹാജരായ അഭിഭാഷകനും അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ആ രേഖ കിടക്കുന്നത് ഈ നോവലിലാണല്ലോ, അതവർ വായിച്ചിട്ടില്ലല്ലോ. നോക്കൂ, വായിക്കാനോ അറിയാനോ താല്പര്യമില്ലാത്തവരാണ് ഇന്ന് ന്യായം വിധിക്കുന്നവരിൽ അധികവും. ന്യായത്തിന് വേണ്ടി വാദിക്കുന്നതും ആ ടൈപ്പ് ആളുകൾ തന്നെ. ഈ ആധുനിക ലോകം സൃഷ്ടിച്ചത് വക്കീലന്മാരാണെന്ന് ഇന്നത്തെ വക്കീലന്മാർ അറിയുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തതും വക്കീലന്മാരായിരുന്നു. ഇതൊക്കെ ഇന്ന് ഏതു വക്കീൽ ഓർക്കുന്നു? വക്കീൽ വിദ്യാഭ്യാസം കഴിഞ്ഞവർ തന്നെയാണല്ലോ പിന്നീട് ന്യായാധിപന്മാരായും തീരുന്നത്. അവരുടെയൊക്കെ ചിലരുടെ നിലവാരം കാണുമ്പോൾ നമ്മൾ തന്നെ ലജ്ജിച്ച് തല താഴ്ത്തുക, അല്ലാതെ നമ്മൾ എന്താണ് ചെയ്യുക?
ആനന്ദമഠത്തിൻ്റെ കഥ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അത് ഞാൻ തുടരുന്നതാണ് മറ്റൊരു അവസരത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.